ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ആദ്യത്തെ ഒഫീഷ്യൽ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടതോടുകൂടി സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന പേരിൽ സാധാരണക്കാർക്കായി ഒരു പുതിയ ഷോ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഒട്ടനവധി വാർത്തകളും പ്രവചനങ്ങളുമാണ് നമ്മൾ പലയിടത്തും കാണുന്നത്. 45 പേരെ ഓഡീഷൻ വഴി തെരഞ്ഞെടുക്കുമെന്നും അതിൽ നിന്ന് 15 പേരെ മെയിൻ ഹൗസിലേക്ക് കയറ്റിവിടുമെന്നും പിന്നെ ഫോൺ തല്ലിപ്പൊട്ടിക്കുന്നത് പോലെയുള്ള ടാസ്കുകൾ വരാൻ സാധ്യതയുണ്ടെന്നുമൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കോമണേഴ്സിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സീസൺ 9 തെലുങ്കിൽ ഇത് പരീക്ഷിച്ചതാണ്. അവിടെ ഈ രീതി വലിയ വിജയമായിരുന്നു. അപ്പോൾ തെലുങ്ക് ബിഗ് ബോസിൽ നടന്ന ആ ഒരു ഫോർമാറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് പല ആളുകളും അതുപോലത്തെ ടാസ്ക് ഇവിടെ നടക്കുന്നുള്ളത് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ മറ്റൊരു വശം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. നിലവിലെ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോ ഇതിന്റെ കൃത്യമായ റൂൾസും നിയമങ്ങളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ചാനൽ ഇതിന്റെ ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ് പുറത്തുവിടുന്നത് വരെ നമ്മൾ ഈ കേൾക്കുന്നതെല്ലാം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ്. കാരണം തെലുങ്ക് പ്രേക്ഷകരുടെ താല്പര്യങ്ങളും നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകരുടെ മൈൻഡ് സെറ്റ് തികച്ചും വ്യത്യസ്തമാണ്. അവിടുത്തെ പല നിയമങ്ങളും അതേപടി മലയാളത്തിൽ വരണമെന്നില്ല. ചിലപ്പോൾ വലിയ മാറ്റങ്ങളോടെ ആയിരിക്കും ഏഷ്യാനെറ്റ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ചാനലിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരുന്നത് വരെ കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല വഴി. സാധാരണക്കാരായ നമുക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ ഈ ഒരു ഷോ വലിയൊരു അവസരം തന്നെയാണ്. ഈ ഷോയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴേ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും. ഇതിലേക്ക് എങ്ങനെയാണ് പോവാന്ന് വെച്ചാല് ഓൺലൈൻ വഴി അപേക്ഷിച്ച ആയിരക്കണക്കിന് ആളുകളിൽ ഏകദേശം 45 സാധാരണക്കാരെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. എന്നിട്ട് മെയിൻ ഷോ തുടങ്ങുന്നതിന് ജസ്റ്റ് 2 ആഴ്ച മുൻപ് OTT പ്ലാറ്റ്ഫോമിൽ ഇവരെ മാത്രം വെച്ചിട്ടൊരു കളി തുടങ്ങി. ഇതിൽ മുൻ സീസണുകളിൽ ജയിച്ച ബിഗ് ബോസ് താരങ്ങളായിരുന്നു ജഡ്ജസ് ആയിട്ട് വന്നിരുന്നത്. ഈ സാധാരണക്കാർ വന്നിട്ട് അവരുടെ മുന്നിൽ അവരുടെ കഴിവുകൾ തെളിയിക്കണം. ജഡ്ജസിന് ഇഷ്ടപ്പെട്ടാൽ പച്ചക്കൊടിയും ഇല്ലെങ്കിൽ ചുവപ്പ് കൊടിയും കാണിച്ചു കൊടുക്കും. ആ ഒരു രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കൊടുത്ത ടാസ്കുകൾ ഒക്കെ കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. വെറുതെ വന്ന് സംസാരിച്ചാൽ മാത്രം പോരാ, കഠിനമായ ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ടായിരുന്നു. കയറുവലി, മൺകലം ഉടയ്ക്കൽ, മിസ്റ്ററി ബോക്സ് ടാസ്കുകൾ ഒക്കെ സാധാരണയാണ്. പക്ഷെ അതുകൂടാതെ വളരെ വിചിത്രമായ ചില കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് മത്സരാർത്ഥികളുടെ കയ്യിൽ ഷോക്ക് അടിപ്പിക്കുന്ന ബാൻഡുകൾ ധരിപ്പിക്കുക, നെഞ്ചിലെ രോമം വാക്സ് ചെയ്ത് പിഴുതെടുക്കുക, അതല്ലാതെ സ്വന്തം ഫോൺ അവിടെ ഇട്ട് തല്ലിപ്പൊട്ടിക്കാൻ വരെ പറയുന്ന ടാസ്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തെലുങ്കിൽ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇത്തരം ടാസ്കുകൾ കണ്ടാൽ പെട്ടെന്ന് നെഗറ്റീവ് അടിക്കാൻ സാധ്യത. മലയാളം ബിഗ് ബോസിന് എപ്പോഴും ഒരു പ്രത്യേക സെൻസർഷിപ്പ് ശൈലി, പ്രേക്ഷകരുടെ താല്പര്യങ്ങൾ നോക്കി മാത്രമേ അവർ ടാസ്കുകൾ തീരുമാനിക്കുള്ളൂ. അതുകൊണ്ട് ശരീരത്തെ അധികം ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. മലയാളത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ നിലപാടുകൾക്കും നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, പ്രതിസന്ധികളെ എങ്ങനെ നേരിടുന്നു എന്നതിനൊക്കെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കണ്ട ആരും ആത്മവിശ്വാസം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ചാനലുകാർ നിങ്ങളെ മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കുന്നുള്ളത് ആണ് ചിന്തിക്കേണ്ടത്. പലരും വിചാരിക്കുന്നത് വെറും ഭാഗ്യമുണ്ടെങ്കിൽ കയറാന്നുള്ളതാ. എന്നാൽ കൃത്യമായ ചില തയ്യാറെടുപ്പുകൾ ഇതിനാവശ്യമാണ്. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ ലോകത്താണ്. ഒരാളുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് അയാളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ടുകൾ എടുത്ത് നോക്കുക എന്നുള്ളത്. അണിയറ പ്രവർത്തകർ നിങ്ങളുടെ അപേക്ഷ കണ്ടാൽ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹിസ്റ്ററി പരിശോധിക്കുകയായിരിക്കും. നിങ്ങൾ മുൻപ് സോഷ്യൽ മീഡിയ ആർക്കെങ്കിലും എതിരെ മോശം കമന്റുകൾ ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ല വിവാദങ്ങളിലും പോയി ചാടിയിട്ടുണ്ടോ എന്നൊക്കെ അവർ കൃത്യമായി നോക്കും. അതുകൊണ്ട് ബിഗ് ബോസ് ഓഡീഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈലുകൾ ഒന്ന് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അനാവശ്യമായ തർക്കങ്ങളും മോശം പോസ്റ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. വ്യക്തമായ നിലപാടുകളുള്ള എന്നാൽ മാന്യത പുലർത്തുന്ന ഒരു പ്രൊഫൈൽ ആയിരിക്കണം നിങ്ങളുടേത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഓഡീഷന് വേണ്ടി നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അയക്കാൻ അവർ ആവശ്യപ്പെടും. അവിടെയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത്. പലരും അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും മാത്രം പറഞ്ഞ് ഇതൊരു നിസ്സഹായ അപേക്ഷ പോലെയാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ആളുകളെ രസിപ്പിക്കാനുള്ള ഒരു റിയാലിറ്റി ഷോ ആണ്. അവിടെ ചാനലിന് വേണ്ടത് കഷ്ടപ്പാടുകൾ കണ്ട് സങ്കടപ്പെടുന്നവരല്ല, ആ കഷ്ടപ്പാടുകൾ അതിജീവിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തൻ്റെ ഇടത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ആളുകളെയാണ് ബിഗ് ബോസിന് ആവശ്യം.
നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പേടിയില്ലാതെ, ഒളിച്ചുവെക്കലുകളില്ലാതെ സ്വന്തം സ്വഭാവത്തെക്കുറിച്ച് തുറന്നു പറയാൻ സാധിക്കണം. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെങ്കിൽ അത് തുറന്നു പറയുക. അല്ലെങ്കിൽ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണെങ്കിൽ അത് നിങ്ങളുടെ സംസാരത്തിൽ കൊണ്ടുവരണം. ചുരുക്കത്തിൽ ആ 2 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ ചാനലുകാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു കണ്ടന്റ് കാണാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ വീഡിയോ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നേരിട്ടിട്ടുള്ള ഇന്റർവ്യൂകളായിരിക്കും. സൈക്കോളജിസ്റ്റുകളും ചാനലിന്റെ മെയിൻ ആളുകളും ഒക്കെ അടങ്ങുന്ന ഒരു പാനലിലായിരിക്കും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ പലരും വിചാരിക്കും വലിയ ജനറൽ നോളേജ് ചോദ്യങ്ങളായിരിക്കും എന്ന്. പക്ഷെ അതല്ല, അവിടെ അവർ നോക്കുന്നത് നിങ്ങളുടെ മാനസിക കരുത്തായിരിക്കും. ബിഗ് ബോസ് വീടിനുള്ളിൽ 100 ദിവസം പുറം ലോകവുമായി യാതൊരു ബന്ധമല്ലാതെ പല സ്വഭാവമുള്ള ആൾക്കാർക്കൊപ്പം ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും. അവിടെ നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ പല സാഹചര്യങ്ങളും ഉണ്ടാവും. ഇത് നേരിടാൻ നിങ്ങൾക്ക് പറ്റുമേ എന്നറിയാൻ ഇന്റർവ്യൂവിൽ അവർ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ച് വളരെ കടുപ്പമേറിയ ചോദ്യങ്ങൾ വരെ ചോദിക്കും. അവിടെ നിങ്ങൾ പെട്ടെന്ന് പ്രകോപിതനാവാതെ എത്രത്തോളം കൂളായിട്ടും യുക്തിയോടെയും സംസാരിക്കുന്നു എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓഡീഷനിൽ മറ്റാരെയെങ്കിലും അനുകരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ബിഗ് ബോസിന് എപ്പോഴും വേണ്ടത് ഒറിജിനൽ ആയിട്ടുള്ള ക്യാരക്ടറുകളെ. മറ്റൊരാളുടെ കോപ്പിയായിട്ട് വരുന്നവരെ പ്രേക്ഷകർക്കും ചാനലും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളുടെ ഒറിജിനാലിറ്റി എന്താണോ അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ചാനൽ ഇത്തവണ ഇങ്ങനെ ഒരു വലിയ മാറ്റത്തിന് തയ്യാറാവണത് എന്ന് കൂടി നോക്കണം. സാധാരണയായിട്ട് ബിഗ് ബോസ് ടിവിയിലും ഹോട്ട്സ്റ്റാറിലും തുടങ്ങുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർ ഇത്രയും സജീവമാവണത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അഗ്നിപരീക്ഷ എന്ന പേരിൽ OTT ഷോ പ്ലാൻ ചെയ്യുമ്പോൾ ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയൊരു ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ ചാനലിന് സാധിക്കും. അതുകൊണ്ടാണ് ഇത് സാധാരണക്കാരന് കിട്ടുന്ന വലിയൊരു അവസരം മാത്രമല്ല എന്ന് പറയുന്നത്. ചാനലിന്റെ നല്ലൊരു ബിസിനസ് തന്ത്രം കൂടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഔദ്യോഗിക അപേക്ഷാ ഫോമും അതിനുള്ള നിബന്ധനകളും വരും ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിടുമെന്നാണ് കരുതുന്നത്. അത് വരുമ്പോൾ കൃത്യമായ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ നോക്കും.